വല്ലതുമൊക്കെ അറിഞ്ഞോ? രണ്ടുപേരെ ഔട്ടായി. ഷോക്കിംഗ്, അൺഫെയർ, ബിഗ് ബ്രേക്കിംഗ്. ടോപ്പ് 5 തൊലഞ്ഞു. ടോപ്പ് 5ന് വാല്യൂ ഇല്ല, തീർന്നു. എന്ത് ടോപ്പ് 5 ഇവിടെ ഇങ്ങനെയാണെങ്കിൽ? എന്തോന്ന് ടോപ്പ് 5? 100 ദിവസം ചുമ്മാ ഇരുന്ന് ഫേക്ക് കളിച്ച വിശാലും അല്ലെങ്കിൽ 100 ദിവസം കരഞ്ഞുകൊണ്ടിരുന്ന ഒരു പവറും ഇല്ലാത്ത, ഗെയിമും കളിക്കൂല, ടാസ്കിലും ജയിച്ചിട്ടില്ലാത്ത പവിത്രയും ടോപ്പ് 5ലേക്ക്. മൈൻഡ് ഗെയിം കളിക്കുന്ന അരുണും ദീപക്കും ഔട്ട്. എന്ത് സംഭവമാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അറിഞ്ഞോ? എവിക്ഷൻ അപ്ഡേറ്റ് വല്ലതും അറിഞ്ഞോ? അറിഞ്ഞു കാണും, പറയാം. വീണ്ടും ഡബിൾ എവിക്ഷൻ ആണ്. 3ാമത്തെ ആഴ്ചയും കണ്ടിന്യൂസ് ആയിട്ട് ഡബിൾ എവിക്ഷൻ ആണ്. പറയാം. ഭയങ്കര ഷോക്കിംഗ് ആണ്, അൺഫെയർ ആണ്, ബിഗ് ബ്രേക്കിംഗും ആണ്. പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. അതായത് ഞാൻ അറിഞ്ഞത് 2 പേര് ഔട്ടായെന്നാണ്. ഒന്ന് ദീപക്കും ഒന്ന് അരുണും. ആദ്യം അരുൺ ഔട്ടായെന്നാണ് അറിഞ്ഞത്, പിന്നെയാണ് ദീപക്കിന്റെ കേസും കൂടി ഞാൻ അറിഞ്ഞത് കേട്ടോ. ഇപ്പൊ 2 പേരുടെ കേസ് പറയാനാണെങ്കിലും അൺഫെയർ ആണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നടന്ന മഞ്ചരിയുടെ കേസായാലും റാണവിന്റെ കേസായാലും പക്ക അൺഫെയർ ആണ്. അതിനേക്കാളും ഒടുക്കത്തെ അൺഫെയർ ആയിരുന്നു ഈ സാധനം. കാരണം എനിക്കത് പുച്ഛം തോന്നുകയാണ് സത്യമായിട്ടും. ഞാൻ ഇത്രയും പ്രതികരിച്ചുകൾ കണ്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ സീസണും ഇതേ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, 98ാമത്തെ ദിവസം ഞാൻ ഇതുപോലെ കിടന്ന് വിചിത്ര മാമിന്റെ എവിക്ഷന് വേണ്ടി ഞാൻ കിടന്ന് ഇതുപോലെ കിടന്ന് അലച്ച എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര അൺഫെയർ സാധനം. ഇപ്രാവശ്യം അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം എവിക്ഷൻ നടന്നുവെങ്കിലും വി ക്യാൻ അഡ്ജസ്റ്റ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ടോപ്പ് 5 തന്നെ ആയിരുന്നു. ടോപ്പ് 5ൽ വന്നിട്ടുള്ള 5 പേരും കളിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ കളിച്ചിട്ടുള്ള, എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതിപ്പോ ഒരു ടോപ്പ് 3 ആദ്യത്തെ 3 പൊസിഷനിൽ ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ആരൊക്കെ? മുത്തു, ജാക്കിലിൻ, സൗന്ദര്യ. പൊസിഷൻസ് ഞാൻ പറയുന്നില്ല, അത് എങ്ങനെയോ ഡിപ്പെൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ 4th പൊസിഷനിലും 5th പൊസിഷനിലും എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിൽ റയാൻ കയറുമായിരിക്കാം. റയാന്റെ കേസ് നമുക്ക് ഭയങ്കര ഡിസർവിംഗ് എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല. കാരണം റയാൻ എന്നാ കളി തുടങ്ങിയത്? റയാൻ കളിച്ചു തുടങ്ങി എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ടിക്കറ്റ് ഫിനാലെ മുതൽ, അതായത് ഡേ 84 മുതൽ 85 മുതലാണ് റയാൻ കളിച്ചു തുടങ്ങിയപ്പോൾ ഒരൊറ്റ ആഴ്ച കൊണ്ട് കയറി വന്ന ഒരാളെ നമുക്ക് ഒരിക്കലും പ്ലെയർ എന്ന് പറയാൻ പറ്റത്തില്ല. അത് ലാസ്റ്റ് നിമിഷം കയറി വന്ന ഒരാളെ. ഇത്രയും നാൾ ആ സീസണിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള, ഗെയിം കളിച്ചിട്ടുള്ള മുത്തുവായാലും, ഗെയിം കളിച്ചിട്ടുള്ള ജാക്ലിനായാലും, ഗെയിമും കണ്ടന്റും കളിച്ചിട്ടുള്ള സൗന്ദര്യ ആയാലും, ഇവരെ 3 പേരും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. ഇവർ 3 പേരും ടോപ്പ് 3ക്ക് അർഹരായിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ ടോപ്പ് 4, ടോപ്പ് 5 ഭയങ്കര അൺഡിസർവിംഗ് ആയിരിക്കും. അത് റയാൻ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ അഡ്ജസ്റ്റ് എന്നെങ്കിലും പറയാം. ഈ 5th പൊസിഷനിൽ വിശാൽ ഓർ പവിത്ര, എനിക്ക് ഒട്ടുമേ അത് ദഹിക്കുന്നില്ല, ഡൈജസ്റ്റ് ആവുന്നില്ല. ഇനിയിപ്പം അടുത്ത ആഴ്ച പണപ്പെട്ടി വരുമായിരിക്കും. പണപ്പെട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് എന്താ നമ്മുടെ വിശാല് പണപ്പെട്ടി എടുക്കാൻ സാധ്യത ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. വിശാലും കൂടി പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മാറ്റമായിരിക്കും വരുന്നത് കളിയിൽ. കാരണം നമുക്കറിയാം, സൗന്ദര്യ ഇനി എത്രയൊക്കെ ഇതിനകത്ത് ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ സൗന്ദര്യ ടോപ്പ് 2 അല്ലെങ്കിൽ ടോപ്പ് 3 വരെ വരാനേ അർഹതയുള്ളൂ. കാരണം കണ്ടന്റ് മാത്രമാണ് സൗന്ദര്യം ചെയ്യുന്നത്. ഒരു ടാസ്കിൽ ജയിക്കുകയോ ഒരു മൈൻഡ് ഗെയിം കളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കണ്ടന്റ്, പ്രശ്നം ഉണ്ടാക്കുക. അത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഗെയിം, ബട്ട് ഇറ്റ്സ് നെഗറ്റീവ് ഗെയിമാണ്. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്. ഇപ്പം ഞാൻ ഇതുവരെയും എന്റെ പേഴ്സണൽ ഇതിൽ ഞാൻ ജെന്യൂൻ ആയിട്ടേ പറഞ്ഞുള്ളൂ, ഒരാളുടെയും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് 100 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയും ആരാണ് എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്നുള്ള കാര്യം. ഞാൻ ഈ സ്പോട്ടിൽ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് സൗന്ദര്യമാണ്. പക്ഷേ സൗന്ദര്യത്തിന് ഭയങ്കര ഇഷ്ടമല്ല. സൗന്ദര്യ കണ്ടന്റ് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഞാൻ ഇതിന് ചിരിക്കും. ഞാൻ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സൗന്ദര്യ ഡിസർവിംഗ് വിന്നർ അല്ല. എനിക്ക് സൗന്ദര്യം ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം സൗന്ദര്യമാണ് ആ സീസണിൽ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യ കണ്ടന്റ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. പക്ഷെ റാദർ ദാൻ ദിസ്, സൗന്ദര്യ ഡിസർവിംഗേ അല്ല, ജയിക്കാൻ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ല സൗന്ദര്യ. മുത്തുവോ ജാക്ലിനോ 2 പേരും, എനിക്ക് 2 പേരും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരല്ല. പക്ഷെ എന്നിരുന്നാലും എന്താ പറയാ, അവർ 2 പേരാണ് ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഈ സീസണിൽ ജയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ അരുൺ എവിക്റ്റ് ആയപ്പോൾ നടക്കാൻ പോകുന്ന സംഭവം, അരുണിന്റെ വോട്ട് കംപ്ലീറ്റ് വിശാലിന് കിട്ടും. വിശാലിനി അടുത്ത ആഴ്ച പണപ്പെട്ടി എങ്ങനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അരുണിന്റെയും വിശാലിന്റെയും വോട്ട് കംപ്ലീറ്റ് സൗന്ദര്യക്ക് പോകും. സൗന്ദര്യ കയറി വിന്നറാവും. ഇനി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പവിത്ര എടുക്കാൻ ചാൻസ് ഉണ്ട്. പവിത്ര പണപ്പെട്ടിയുടെ കേസൊക്കെ 2-3 ദിവസം കൊണ്ട് തിരക്കുന്നുണ്ട്. പവിത്ര പണപ്പെട്ടി എടുക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഭയങ്കര അൺഫെയർ, പുച്ഛം തോന്നുകയാണ് തമിഴ് ഓഡിയൻസിനോട്. ഇത് കുറേ പേര് പറയുന്നുണ്ട്, ട്വീറ്റ്സിലൊക്കെ കാണുന്നുണ്ട്, വിശാലിനെ മനഃപൂർവ്വം സേവ് ചെയ്തതാണ്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇപ്പൊ മൺഡേ അൻഷിതയും തർഷികയും തിരിച്ച് റീ എൻട്രിക്ക് വേണ്ടി വരുമല്ലോ. വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഒരു കണ്ടന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ കുറെ മസാലാസ് ഒക്കെ കിട്ടും. അപ്പൊ അതിനുവേണ്ടി മനഃപൂർവ്വം എവിക്റ്റ് ചെയ്യാതെ ഇതിനകത്ത് തിരുത്തിയിരിക്കുകയാണെന്ന് പറയാം. കുറെ കാര്യങ്ങളിൽ സത്യം ഉണ്ടാവും കേട്ടോ. വിജയ് TV പ്രൊഡക്റ്റ് ആണ് വിശാൽ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരും വിജയ് TV പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഇറ്റ്സ് ടു അൺഫെയർ. കാരണം ദീപക്കൊക്കെ ടോപ്പ് 5 ഭയങ്കര ഡിസർവിംഗ് ചെയ്യുന്ന ആളാണ്. ടോപ്പ് 4 ഞാൻ പ്രതീക്ഷിച്ച ആളാണ് ദീപക്. ടോപ്പ് 4 ആണ് ഇപ്പൊ ഔട്ടായി പോയിരിക്കുന്നത്. ടോപ്പ് 8 അരുണിനെ ഞാൻ ടോപ്പ് 6 പ്രതീക്ഷിച്ചിരുന്ന ആളാണ്. ടോപ്പ് 6 സംഭവങ്ങളൊക്കെ അരുൺ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഭയങ്കര അൺഫെയർ.
ഒരാളുടെ എവിക്ഷൻ നമുക്ക് എപ്പിസോഡിൽ കാണാതെ അരുണിന്റെ ആയിരിക്കും, നാളത്തെ എപ്പിസോഡ് ദീപകിന്റെയും കാണാം. എന്നാലും വേറെ ഒന്നും പറയാനില്ല, ഭയങ്കര അൺഫെയർ. ബാക്കി ഞാൻ എപ്പിസോഡിന്റെ റിവ്യൂ വരുമ്പോൾ പറയാം. അൺഫെയർ, ഇറ്റ്സ് ടു അൺഫെയർ, പക്ക അൺഫെയർ.